വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗവൺമെന്റ് സർവീസ് മേഖലയിൽ ഏകദേശം 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സൈനുദ്ദീൻ സാറാണ്. വെൽക്കം സർ. ഓക്കെ സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് അതിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷ പാസ്സാവണം, പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ ഇത് പാസ്സാവൽ നിർബന്ധമാണ്. പരീക്ഷയുടെ പേര് തന്നെ ഓബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്നാണ്. ഓബ്ലിഗേഷനാണ്. അതെ. അപ്പോൾ ഓബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനുള്ള സിലബസ് നമ്മൾ ആ ഒരു രീതിയിലാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് തയ്യാറാകുന്ന പഠിതാക്കൾക്ക് അതിൻ്റെ സിലബസിനെ പരിചയപ്പെടുത്തുന്നു, ബുക്ക് പരിചയപ്പെടുത്തുന്നു, അതിലെ കണ്ടൻറ്റ് പരിചയപ്പെടുത്തുന്നു, മോഡൽ എക്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളോടൊപ്പം വരുന്നവരെ അത് അച്ചീവ് ചെയ്യുക, ടെസ്റ്റ് അച്ചീവ് ചെയ്യിക്കുന്നതിന് വേണ്ട എല്ലാ മേഖലകളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സംഗതി. സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ KSR, കേരള സർവീസ് റൂൾ. ഇതിലെ KSR പാർട്ട് 1 100 റൂൾ എന്താണ്? കേരള സർവീസ് റൂൾസിനെ 3 പാർട്ടുകളിലായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പാർട്ട് 1 159 റൂള്, പാർട്ട് 2 116 റൂള്, പാർട്ട് 3 151 റൂള്. ഇതിൽ പാർട്ട് 1 റൂൾ 100 എന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവ് എന്നാണ് ടോപ്പിക്. ഫീമെയിൽ എംപ്ലോയീസിന് അവർ സർവീസിൽ മെറ്റേണിറ്റി ലീവ് 180 ഡേയ്സ് 180 ദിവസം വരെ ലീവ് അനുവദിച്ചു കൊടുക്കും. ശമ്പളവും സേവനവും പ്രൊബേഷൻ പീരീഡിലാണെങ്കിൽ പോലും പ്രൊബേഷന് ഡ്യൂട്ടിയായി പരിഗണിക്കുന്ന വിധത്തിൽ അനുവദിച്ചു കൊടുക്കുന്ന ലീവിൻ്റെ ചട്ടമാണ് റൂൾ 100. സ്ഥിര ജീവനക്കാരികൾക്കും താൽക്കാലിക ജീവനക്കാരികൾ ആ പ്രസവ ലീവിന് അപേക്ഷിക്കുന്ന തീയതി വരെ 1 വർഷം സർവീസ് ഉണ്ട്. ലീവിൽ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ സർവീസിൽ തുടരും എന്നുണ്ടെങ്കിലും ഈ ലീവിന് അനുവദിച്ചു. അപ്പോൾ പെർമനൻറ്റ് ആൻഡ് ടെമ്പററി ഒഫീഷ്യൽസ് ആർ എൻടൈറ്റിൽ ഫോർ മെറ്റേണിറ്റി ലീവ്. അതാണ് പ്രസവാവധി എന്നാണ്. അതിന് അനുബന്ധ ലീവുകൾ കുറേ ഉണ്ട്. റൂൾ 100 എന്ന് പറയുന്നത് പ്രസവാവധിയാണ്. സർ, മറ്റൊരു ചോദ്യം, എക്സ്ചേഞ്ച് ഓഫ് DA ഫോർ മൈലേജ് അലവൻസ് എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 116 റൂള് പാർട്ട് 2 ആ പാർട്ട് 2 നിന്നാണ് നിങ്ങളുടെ ചോദ്യം. യാത്രാബത്ത എന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് യാത്രാബത്ത, ഈ 116 റൂളുകൾ യാത്രാബത്തയെക്കുറിച്ചാണ് പറയുന്നത്. യാത്രാബത്ത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോമ്പൻസേറ്ററി അലവൻസാണ്. അത് മൈലേജ് അലവൻസ്, ഡെയിലി അലവൻസ്, പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ്, പെർമനൻറ്റ് കൺവെയൻസ് അലവൻസ് തുടങ്ങി ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് തുടങ്ങി 4-5 ടൈപ്പിലുണ്ട്. അതിൽ ദിനബത്ത എന്ന് പറയുന്നത് ഒരു യാത്രക്കിടയിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ താമസിക്കുമ്പോൾ കൊടുക്കുന്നതിനാണ് ദിനബത്ത എന്ന് പറയുന്നത്. ആ ദിനബത്ത, ദൂരബത്ത എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ കൊടുക്കുന്ന യാത്രാക്കൂലിയാണ്. താമസത്തിന് കൊടുക്കുന്നത് ദിനബത്തയും യാത്രക്ക് കൊടുക്കുന്നത്. എന്നാൽ ആ ദിനബത്തയെ ഇങ്ങോട്ട് മാറ്റുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നിങ്ങളുടെ ചോദ്യം. ഈ ദൂരബത്ത കണക്കാക്കുന്നതിന് 32 കിലോമീറ്റർ, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 32 കിലോമീറ്റർ വരെ യാത്ര ചെയ്യുന്ന ജീവനക്കാരന് ടിക്കറ്റ് നിരക്കും മറ്റും കണക്കാക്കിയിട്ട് യാത്രാബത്ത കൊടുക്കേണ്ടതില്ല. അതിന് പകരമായിട്ടൊരു ദിനബത്ത കൊടുത്താൽ മതി. അത് ഗ്രേഡ് അനുസരിച്ച് ദിനബത്തക്ക് വ്യത്യാസങ്ങളുണ്ട്. ഒരു ദിനബത്ത കൊടുക്കുക. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് മൈലേജ് അലവൻസ് ഒന്നതാണ്. 32 കിലോമീറ്ററിന് വെളിയിൽ പോകുന്ന ജീവനക്കാരന് യാത്ര ചെയ്യുമ്പോൾ, ട്രെയിൻ മൂലം യാത്ര ചെയ്യുകയാണെങ്കിലും ശരി, മറ്റ് റോഡ് മാർഗം യാത്ര ചെയ്യുകയാണെങ്കിൽ 2.5 രൂപ വെച്ച് കിലോമീറ്ററിന് വെച്ച് കണക്കാക്കിയിട്ട് കാശ് കൊടുക്കും റോഡ് മാർഗം. അങ്ങനെ കണക്കാക്കി കിട്ടുന്ന തുക ഒരു ദിനബത്തയിൽ കുറവാണെങ്കിൽ അപ്പോഴും ദിനബത്ത കൊടുക്കുക, ദൂരബത്തയ്ക്ക് പകരമായിട്ട്. എക്സ്ചേഞ്ച് ചെയ്തു. ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ ട്രെയിൻ ഫെയർ, സെക്കൻഡ് AC, തേർഡ് AC എന്നുള്ള അക്കോമഡേഷൻ ഉണ്ട് ട്രെയിനിൽ. അതിനുള്ള ടിക്കറ്റ് ഫെയറും അതോടുകൂടി കിലോമീറ്ററിന് അവരുടെ ഗ്രേഡ് അനുസരിച്ചുള്ള ഇൻസിഡൻ്റൽ ചാർജും കിട്ടും. ഈ 2 തുകയും, ടിക്കറ്റ് നിരക്കും ഇൻസിഡൻ്റൽ ചാർജും കൂടി ചേർത്തിട്ടുള്ള തുക, അതൊരു ദിനബത്തേക്കാൾ കുറവാണെങ്കിൽ അവിടെയും ഒരു ദിനബത്തയാണ് കൊടുക്കുക. പിന്നെ വാട്ട് എവർ ഡിസ്റ്റൻസ് മേ ബി ട്രാവൽഡ്, ജേർണീസ് പെർഫോംഡ് വിത്തിൻ 24 hours, ഫോർവേഡ് ആൻഡ് റിട്ടേൺ ജേർണി performed within 24 hours, it will be treated as single journey and 1 daily allowance will be provided. 24 മണിക്കൂറിനകം തിരിച്ചു വന്നാൽ. അപ്പോൾ 3 സന്ദർഭങ്ങളുണ്ട് എന്നർത്ഥം. മൈലേജ് അലവ്, എക്സ്ചേഞ്ച് ഓഫ് ഡെയിലി അലവൻസ് ഇൻറ്റു മൈലേജ് അലവൻസ്,
ഒന്ന് 32 കിലോമീറ്റർ വരെയുള്ളത്, 32 കിലോമീറ്ററിന് അധികമുള്ളത് കണക്കാക്കി ടിക്കറ്റ് നിരക്കും ഇൻസിഡൻ്റ് ചാർജും കണക്കാക്കി ഒരു ദിനത്തേക്കാൾ കുറവ് വന്നാൽ ഈ 24 മണിക്കൂറിനകം യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായാൽ എത്ര ദൂരം പോയാലും ശരി ഒരു ദിനവത്ത കിട്ടും. അങ്ങനെ 3 സന്ദർഭങ്ങളാണുള്ളത്. ഓക്കെ സാർ, മറ്റൊരു ചോദ്യം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ലോവർ പോസ്റ്റിലേക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതെങ്കിൽ പേ ഫിക്സേഷൻ എങ്ങനെയാണ്? പേ ഫിക്സേഷൻ്റെ ഈ താഴെ തസ്തികയിലേക്കുള്ളത് നിയമനം കിട്ടുക PSC മുഖേന നിയമനം കിട്ടുക എന്നുള്ളതാണ്. നിയമനം കിട്ടുമ്പോൾ ഒരു തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ സൗകര്യപ്രദമായ മറ്റൊരു ജോലി PSC മുഖേന നിയമനം ലഭിക്കുമ്പോൾ ശമ്പള സ്കെയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ, ഉയർന്ന ജോലിയിൽ നിന്നാണല്ലോ വരുന്നത്, ഉയർന്ന ശമ്പള സ്കെയിലിൽ എത്ര തന്നെ ശമ്പളം വാങ്ങിയിരുന്നാലും അതൊന്നും പരിഗണിക്കുകയില്ല. താഴെ തസ്തികയിൽ കിട്ടുന്ന ജോലിക്ക് ആ അനുവദിച്ച ശമ്പള സ്കെയിൽ എത്രയാണോ ആ ശമ്പള സ്കെയിലിൻ്റെ പ്രാഥമിക ശമ്പളം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 45,600, 95,600 എന്നൊരു ശമ്പള സ്കെയിലാണ്. അത് ഹയർ സെക്കൻഡറി ജൂനിയർ തസ്തികക്കൊക്കെ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ശമ്പള സ്കെയിലാണ്. 45,600, 95,600. അത് വളരെ ദൂരെയാണ് ജോലി. അയാൾക്ക് പിന്നെ HST ആയിട്ട് അയാളെ സ്വന്തം ജില്ലയിൽ കിട്ടി. അപ്പോൾ സൗകര്യപ്രദമായിട്ട് ശമ്പളം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നുള്ള നിലക്ക് ആ ജോലി അയാൾ സ്വീകരിക്കുകയാണ്. 41,300 തുടങ്ങുന്ന സ്കെയിലാണ് ഹൈസ്കൂൾ അധ്യാപകൻ്റെ ശമ്പള സ്കെയിൽ. മറ്റ് 45,600 തുടങ്ങുന്നതാണ്. ആ 45,600 തുടങ്ങുന്നതിൽ അദ്ദേഹം 50,200 ശമ്പളം വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? തൻ്റെ ജില്ലയിൽ ജോലി കിട്ടുന്നത് താഴ്ന്ന സ്കെയിലിൽ. അയാളുടെ ശമ്പളം 41,300 മാറും. തിരിച്ചാണെങ്കിലോ താഴ്ന്ന ശമ്പള സ്കെയിലിൽ നിന്ന് PSC മുഖേന ഉയർന്ന സ്കെയിലിലേക്കാണ് കിട്ടിയതെങ്കിൽ റൂൾ 28A അനുസരിച്ചുള്ള പ്രാഥമിക ശമ്പള നിർണ്ണയവും ശമ്പള പുനർനിർണ്ണയവും കിട്ടും. ശമ്പളം അധികം കിട്ടുക ചെയ്യുക. അപ്പോൾ ഇത് ഉയർന്ന സ്കെയിലിൽ നിന്ന് താഴ്ന്ന സ്കെയിലിലേക്ക് നിയമനം ലഭിക്കുമ്പോൾ PSC മുഖേനയുള്ള നിയമനമാണെങ്കിൽ അത് പ്രാഥമിക ശമ്പളം മാത്രം കിട്ടും. റൂൾ 37B ആണ്. പക്ഷേ ഇത് PSC മുഖേനയുള്ളത്. മറിച്ച് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. മറ്റേത് PSC മുഖേനയുള്ള നിയമനം. ഇതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ ഉണ്ട്. ഉദാഹരണം പറയുന്നത്, ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ഗ്രേഡൊക്കെ കിട്ടിയിട്ട് നിൽക്കുന്ന അധ്യാപകനാണെന്ന് വെച്ചോളൂ. അയാൾ പിന്നെ 50,200 ഹൈസ്കൂൾ അധ്യാപകൻ 50,200, 105,300 എന്നുള്ള വലിയ സ്കെയിലിൽ 15 വർഷത്തിലധികമുള്ള സർവീസൊക്കെ ആയിട്ട് പിന്നെ അയാൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ജൂനിയറായിട്ട് കിട്ടി. ഇങ്ങനെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ, PSC അല്ല, ബൈ ട്രാൻസ്ഫർ. അപ്പോൾ 45,600, 95,600 എന്നുള്ള ശമ്പളം. ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ വഴിയാണ് താഴെ തസ്തികയിലേക്ക് കിട്ടിയത് എങ്കിൽ അയാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം സംരക്ഷിക്കും. അയാൾ ഇൻക്രിമെൻ്റ് തീയതി സംരക്ഷിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് 2 ഉത്തരമുണ്ട്. ഒന്ന് PSC മുഖേനുള്ള നിയമനമാണെങ്കിൽ, മറ്റൊന്ന് ബൈ ട്രാൻസ്ഫർ നിയമനമാണെങ്കിൽ. ബൈ ട്രാൻസ്ഫർ നിയമനമാണെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം സംരക്ഷിച്ച് കിട്ടും. സർ, മറ്റൊരു ചോദ്യം, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്ക് എത്ര നാളത്തേക്ക് ലീവ് അനുവദനീയമാണ്? ഇത് 2 രീതിയിലുണ്ട്. വിദേശത്തേക്ക് പോകുന്നത് ഹ്രസ്വകാലം സന്ദർശിക്കുന്ന കുടുംബങ്ങളെ, റിലേറ്റീവ്സിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഹ്രസ്വകാലത്തേക്ക് പോകുന്ന യാത്രയുണ്ട്. അത് 6 മാസം വരെയുള്ള ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അനുവദിച്ചു കൊടുക്കാമെന്ന് 2011 ഒരു ഗവൺമെൻറ് ഉത്തരവ്, 4/2011 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം സാങ്ഷനിങ് അതോറിറ്റിക്ക് അനുവദിച്ചു കൊടുക്കാം ഹ്രസ്വകാലം. അത് മാക്സിമം 6 മാസത്തിൽ കൂടാൻ പാടില്ല. 6 മാസം വരേക്കുള്ള ലീവ് അനുവദിച്ച് വിദേശയാത്ര നടത്താം. അവിടെ പോയി ജോലിയൊന്നും ചെയ്യുന്നില്ല, വിസിറ്റ് ചെയ്ത് ടൂറൊക്കെ അടിച്ച് കുടുംബങ്ങളെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാം. ശമ്പളമില്ലാത്ത ലീവോ അല്ലെങ്കിൽ അത് ക്രെഡിറ്റിലുള്ള ലീവോ ഒക്കെ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഇത് ഒരു കേസാണ്. മറ്റത് വിദേശത്ത് ജോലി, ബെറ്റർ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി ആണ് പോകുന്നതെങ്കിൽ, സീക്കിംഗ് ബെറ്റർ എംപ്ലോയ്മെൻറ്റ് അബ്രോഡ്, ആ ഒരു കാറ്റഗറിയിൽ എടുക്കുന്നതെങ്കിൽ കേരള സർവീസ് റൂൾസിലെ പാർട്ട് 1 അപ്പൻഡിക്സ് 12A അനുസരിച്ചാണ് ലീവ് എടുക്കുന്നത്. ഇപ്പോൾ അത് 5 വർഷത്തേക്കേ അനുവദിക്കുകയുള്ളൂ. നേരത്തെ 20 വർഷം വരെ അനുവദിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ ഇടക്കാലത്ത് വെച്ച് സമീപകാലത്ത് അത് കട്ട് ചെയ്തിട്ട് എൻ്റയർ സർവീസിൽ 5 വർഷത്തേക്ക് ഇങ്ങനെ വിദേശത്തെ ജോലി ബെറ്റർ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി പോകാം. നിർബന്ധമായും ആ ലീവിൻ്റെ അപേക്ഷ 3 മാസം മുന്നേ കൊടുക്കണം. ലീവ് സാങ്ഷൻ ചെയ്തിട്ടേ ലീവിൽ പ്രവേശിക്കാൻ പാടുള്ളൂ.
അപേക്ഷയോടുകൂടി ഈ വിദേശത്ത് ജോലി തരാമെന്ന് പറഞ്ഞ കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ ഒരു ഓഫർ ലെറ്റർ നിർബന്ധമായും കൊടുത്തിരിക്കണം. ഇപ്പോൾ ആവശ്യപ്പെടില്ല, അത് കൊടുക്കാതെ ചെന്നാൽ തിരിച്ച് ഓഫർ ലെറ്റർ ഹാജരാക്കണം എന്ന് പറയും. ജോലിക്ക് വേണ്ടി തന്നെ പോകുന്നവരുടെ കാര്യത്തിൽ ഈ ലീവ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പാണ് എടുത്തതെങ്കിൽ പാസ്റ്റ് സർവീസ് ഫോർഫീറ്റ് ചെയ്യും. അയാളുടെ സീനിയോറിറ്റിക്ക് വേണ്ടി അയാളുടെ നിയമനം കണക്കാക്കുകയില്ല. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് പോകുന്നത് എങ്കിൽ അയാൾ ഫസ്റ്റിൽ ജോയിൻ ചെയ്ത തീയതിയുടെ സീനിയോറിറ്റി സംരക്ഷിച്ചു കൊടുക്കും. ലീവ് പീരീഡ്, പെൻഷൻ, ഗ്രേഡ്, വെയിറ്റേജ് തുടങ്ങിയ ഇൻക്രിമെൻറ്റ് തുടങ്ങിയ സർവീസ് ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുകയില്ല. മൊത്തം സർവീസിൽ നിന്നും വിദേശത്ത് ചെലവഴിക്കുന്ന കാലഘട്ടം കുറവുകയും ചെയ്യും. അതാണ് വിദേശത്ത് പോകുന്ന ലീവിൻ്റെ ഒരു ഹ്രസ്വമായ രീതി. അതിനൊരു ഒരു അപ്പൻഡിക്സ് 12A എന്ന് പറഞ്ഞ് KSRL അതിനൊരു 1, 2, 3, 4 നമ്പർ ഇട്ടുകൊണ്ടുള്ള പിന്നെ റൂളുകളായിട്ട് അപ്പൻഡിക്സിൻ്റെ അടിയിൽ റൂളുകളായിട്ട് തന്നെ ഒരു ചാപ്റ്റർ പോലെ പറയണം. അതിന് അപ്പൻഡിക്സ് 12A എന്നാണ് പറയുക. റോമൻ 12 ആണ്. സർ, മറ്റൊരു ചോദ്യം, പരീക്ഷാ ദിവസം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ പരീക്ഷാ ദിവസം യാത്രാബദ്ധയ്ക്ക് അർഹതയുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്, തീർച്ചയായിട്ടും. യാത്രാബദ്ധയ്ക്ക് മാത്രമല്ല, 2 പ്രാവശ്യം പരീക്ഷ എഴുതുന്നതിന് വേണ്ടി TA ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. റൂൾ 12(7) പറയുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നതിന് ഒബ്ലിഗേറ്ററി ഡേ ഓർ ഡേയ്സ് ഫോർ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് റീസണബിൾ ടൈം ഫോർ ജേർണി ടു ആൻഡ് ഫ്രം ദി നിയറസ്റ്റ് സെൻറ്റർ ഓഫ് ദി എക്സാമിനേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി എന്നാണ്. അപ്പോൾ പരീക്ഷാ ദിവസവും ഏറ്റവും അടുത്ത പരീക്ഷാ കേന്ദ്രത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാസമയവും ഡ്യൂട്ടിയായി പരിഗണിക്കുകയും ചെയ്യും. സർവീസിൽ 2 പ്രാവശ്യം പരീക്ഷ എഴുതുന്നവർക്ക് യാത്രാബത്ത പ്രൊവൈഡ് ചെയ്യുവാനും KSRL പ്രൊവിഷനുണ്ട്. പക്ഷേ TA ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആയതുകൊണ്ട് അലോട്ട്മെൻറ്റ് വന്നാലേ കാശ് കിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പോൾ TA അർഹതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ സൈനുദ്ദീൻ സാർ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുക. CCA ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് ജൂലൈയിലെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിനായിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.